തെരഞ്ഞെടുപ്പിൽ ശക്തമായ പരാജയമുണ്ടായിട്ടും തോറ്റു എന്ന് ഇതുവരെ സമ്പൂർണ്ണമായി സമ്മതിക്കാത്ത ഒരു സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പിണറായി വിജയൻ മതിയായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഈ 20-21 ദിവസത്തെ വി ഡി സതീശന്റെ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് കാർഡുകളും ഇതുപോലെയുള്ള പോസ്റ്ററുകളും ഒക്കെ ഇങ്ങനെ പടച്ചുവിടുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ നിലവാരം അല്ലെങ്കിൽ സാമൂഹ്യ നിലവാരം എത്ര താഴ്ന്നതാണ് എന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവർ എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ച് അവർക്ക് ഇനിയും വ്യക്തത വന്നിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച കാരണങ്ങൾ സംസ്ഥാന സമിതി അത് തിരുത്തി അല്ലെങ്കിൽ അത് മാറ്റി എഴുതി എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ആർക്കും കൃത്യമായി അറിയില്ല എന്തുകൊണ്ട് തോറ്റു എന്നത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മാത്രം എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഭരണവിരുദ്ധത, പിണറായി വിരുദ്ധത, CPM വിരുദ്ധത, CPMന്റെ എല്ലാ നേതാക്കളുമായും വൈരുദ്ധ്യം അല്ലെങ്കിൽ അവരോടൊക്കെയുള്ള ആ ഒരു വിരോധം കൊണ്ട് മാത്രമാണ് കണ്ണൂരിലടക്കം വലിയ തോതിൽ CPM ഇടതുപക്ഷം തോറ്റ് തുന്നം പാടിയത് എന്ന് LKGയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം എന്ന റിപ്പോർട്ടുകളും ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെക്കുറിച്ചുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി തിരുത്തി. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പാളിച്ചയുണ്ടായി എന്നും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തെറ്റ് തിരുത്തലിനായി പ്ലീനം വിളിക്കില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ പങ്കെടുക്കുന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ഓഗസ്റ്റ് മാസത്തിൽ ചേരാനും തീരുമാനമായിട്ടുണ്ട്. പാർട്ടി ഏരിയ തലം വരെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. എന്നാൽ റിപ്പോർട്ടിലെ വർഗീയതയ്ക്കെതിരായ പരാമർശങ്ങൾക്ക് കടുപ്പം പോരാ എന്നായിരുന്നു വിമർശനം. വർഗീയ വിരുദ്ധ നിലപാട് ശക്തമാക്കാനും വർഗീയതയോട് സ്വീകരിച്ച അഴകുഴമ്പൻ സമീപനം അവസാനിപ്പിക്കാനും തീരുമാനിച്ചു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ശക്തമായി എതിർക്കും. ഭൂരിപക്ഷ വർഗീയതയുടെ നേതാക്കളെ ശക്തമായി തള്ളിപ്പറയാനും ലീഗിന്റെ വർഗീയ സമീപനം തുറന്നുകാട്ടാനുമുള്ള തീരുമാനം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായി. പയ്യന്നൂരിൽ ആരോപണ വിധേയനായ TI മധുസൂദനെ ഒഴിവാക്കേണ്ടതായിരുന്നു. ഗുരുതരമായ ആരോപണം നേരിട്ടയാളെ സ്ഥാനാർത്ഥിയാക്കിയത് ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളിലും പാർട്ടിക്കെതിരായ വിധിയെഴുത്തിന് കാരണമായി എന്നും ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ വിലയിരുത്തൽ ഉണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പരാജയപ്പെട്ടതായും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ ഇത്തരത്തിൽ പരാമർശിച്ചിരുന്നില്ല. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും വലിയ തെറ്റുണ്ടായെന്നും തിരുത്തി മുന്നോട്ട് പോകുമെന്നും സെക്രട്ടറി MV ഗോവിന്ദൻ കമ്മിറ്റിയിൽ പറഞ്ഞു. ഓഗസ്റ്റിൽ ചേരുന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തെറ്റ് തിരുത്താൻ വേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കും. പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാനും ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങളും തീരുമാനിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ 2 ദിവസവും സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. സംസാരിക്കുകയാണെങ്കിൽ അത് അവനവന് എതിരെ തന്നെ ആയിപ്പോകും, അല്ലെങ്കിൽ അവനവൻ കാണിച്ച നടപടികൾക്കെതിരെ തന്നെ ആയിപ്പോകും എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം സംസാരിക്കാതിരുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്.